ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റ് നമുക്ക് ചില്ലി ചിക്കൻ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ചില്ലിക്ക് വേണ്ടിയിട്ട് തന്നെ മുറിച്ചിട്ടുള്ള ചിക്കനാണ്. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിവിടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുക. ഞാൻ എരിവ് കൂടുതലാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് കോഴിമുട്ടയാണ് കേട്ടോ. 1 കിലോ ചിക്കനിൽ ഒരു വലിയ കോഴിമുട്ട, അതല്ലെങ്കിൽ ചെറിയ കോഴിമുട്ട ആണെങ്കിൽ 2 കോഴിമുട്ട വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ വിട്ടുപോയിട്ടുള്ളത് വിനാഗിരി, അതല്ലെങ്കിൽ നാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിനെന്ന് പറയാൻ കാരണം സോസുകളിലൊക്കെ ഉപ്പുള്ള കാരണം കൊണ്ട് തന്നെ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക കേട്ടോ. മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, അതിന് ടേസ്റ്റ് മാറും. ഇനി നമ്മൾ ചിക്കനൊക്കെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1 മിനിറ്റിന് ശേഷം നമ്മളെന്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും പുറം നല്ല ക്രിസ്പി ആയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ കിട്ടണം, അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ നന്നായിട്ട് വന്നിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ അടുത്തൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു വലിയ സവാള കുറച്ച് വലുതായിട്ട് മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സ്ക്വയർ രൂപത്തിലായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് സവാള, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം സ്ക്വയർ ആയിട്ട് തന്നെ മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. പച്ചച്ചൊവ്വൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനിൽ ചേർത്ത പോലെ തന്നെ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണ്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ മുളക് പൊടി കുരുമുളക് പൊടി ചേർക്കണില്ല, എരിവ് അധികം ആവണ്ട മസാലക്ക് എന്ന് വിചാരിച്ചിട്ട്. കാരണം എനിക്ക് ചെറിയ കുട്ടികളുടെ കാരണം കൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത്. 2 പച്ചമുളക്, അതേപോലെ തന്നെ സാദാ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഇതിലും അതേപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ഇതിനെ. അപ്പോൾ ഇതൊന്ന് ആ പച്ചച്ചൊവ്വൊന്ന് മാറുന്ന സമയത്ത് വീണ്ടും നമ്മളിത് ആ ചിക്കൻ വറുത്ത് വെച്ചതുണ്ടല്ലോ അതിനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇതിന് മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ട് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇതാ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും, നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓനിയനാണ്. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിവിടെ മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി മുകളിൽ തൂവിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ എല്ലാതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ.